ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. സോ ഞാനൊരു കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. ഈ ക്യാൻഡിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു പുൾ ബാക്ക് മുകളിലോട്ട് തരികയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യാനുള്ള കാരണം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ബിയറിഷ് ആണ്. സോ മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് തന്നിട്ട് ഒരു റെഡ് ക്യാൻഡിൽ കൺഫർമേഷൻ തരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത്ര സമയം വെയിറ്റ് ചെയ്തിരുന്നു. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തില്ല റെഡ് ക്യാൻഡിലായിട്ട്. ഓക്കെ, ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് മുകളിൽ കിട്ടുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യാം. കാരണം ഇപ്പോൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതാണ്. കണ്ടില്ലേ, 127 130 ഷോർട്ട് ചെയ്ത 153, ഏകദേശം 23 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. കുറച്ചുകൂടെ മുകളിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇങ്ങനെ ഷാർപ്പായിട്ട് ഫോളോ ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം അത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റ് എപ്പോഴും കുറച്ച് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ ഞാൻ അത് എക്സ്പെക്ട് ചെയ്താണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം, എന്നിട്ട് ഒരു എൻട്രി എടുക്കാം. ഓക്കെ, 33 ഒരു ലോട്ട് സെല് ചെയ്യാം. ചിലപ്പോൾ ഇത് ട്രാപ്പിംഗ് ക്യാൻഡിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ 75 34. ഓക്കെ, 134 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് മിസ്സാണ്. ഞാൻ പ്രൈസിൻ്റെ അവിടെ എൻ്റർ ചെയ്തത് ക്വാണ്ടിറ്റിയുടെ അവിടെ ആയിപ്പോയി. എനിവേ, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഓക്കെ, ട്രേഡ് വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് താഴോട്ട് വരുമ്പോഴും കോൾ ഓപ്ഷന്റെ പ്രൈസ് ഡ്രോപ്പ് ആവുന്നില്ല. പുട്ട് ഓപ്ഷനിലെ റെഡ് ക്യാൻഡിൽ. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. കാരണം ഷാർപ്പ് അപ്സൈഡ് മൂവ്മെന്റും വരാം. 154 സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്തത്. അങ്ങനെ തന്നെ കൊടുക്കാം. 160 കൊടുക്കാം. കാരണം ഒരു ബിഗ് സ്പ്രെഡ് വയ്ക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള മൂവ്മെന്റ്സിൽ ഷാർപ്പായിട്ട് ഒരു അപ്പ് മൂവ് വരികയാണെങ്കിൽ നമ്മളെ ഓർഡർ സ്കിപ്പായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഓർഡർ നോക്കിയാൽ കാണാം. 150 സിസ്റ്റത്തിൽ തന്നെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 500 പ്രോഫിറ്റിലാണ്. ഓക്കെ, ഷോർട്ട് പൊസിഷൻ 134. $20 പോയിന്റ് സ്റ്റോപ്പ് ലോസ്. 1:2 ഹെവിയാണ്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. 1:2 കിട്ടുമോ നോക്കാം. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട്.
അത്ര ഈസി ടാർഗറ്റ് തരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ. മാർക്കറ്റ് ഒരു ഷോർട്ട് കവറിങ്ങിന് പോകാനുള്ള സാധ്യതയുണ്ട്. എനിവേ വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. നെറ്റിയുടെ ചാർട്ട് കൂടെ ഇവിടെ ഓപ്പൺ ആക്കാം. ഓക്കെ, ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ ചാർട്ട് വ്യത്യാസമുണ്ട്. അതിൽ ഇതാണ് ചാർട്ട്. ബ്രോക്കറിന്റെ ലോഡാവാൻ കുറച്ച് സമയമെടുക്കും. എനിവേ സ്റ്റിൽ ചെറിയൊരു പ്രോഫിറ്റ് ആണ്. ഓക്കെ, റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഹൈ ക്വാളിറ്റി ട്രേഡ് ആയിരിക്കും. എനിവേ വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് നമ്മുടെ പ്രോഫിറ്റ് ലെവലിലേക്ക് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. 1:2 ആണ് എക്സ്പെക്റ്റഡ് ടാർഗറ്റ്. പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ട്രയൽ ചെയ്യും, സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യും. ജസ്റ്റ് ഒരു ലോട്ടേ സെല് ചെയ്തിട്ടുള്ളൂ ഇന്നും. കാരണം മാർക്കറ്റ് ബിഗ് ഗ്യാപ് ഡൗൺ ആണ്, ഒരു യൂഷ്വൽ മാർക്കറ്റേ അല്ല. സോ ഇങ്ങനെ വ്യത്യാസം, എന്തെങ്കിലും സ്പെഷ്യൽ ഡേ വരുന്ന ദിവസം എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യും എന്നുള്ളതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ വരണമെന്നില്ല. സോ പൊസിഷൻ സൈസ് കുറച്ച് ട്രേഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷന്റെ ചാർട്ട്. ഞാൻ അതുകൂടെ ചെയ്യുന്നുണ്ട്. പുട്ട് ഓപ്ഷനിൽ ഒരു വലിയ മൂവ്മെന്റ് ഒന്നും കാണിക്കുന്നില്ല, കണ്ടില്ലേ? ചെറുതായിട്ട് മുകളിലോട്ട് പോകുന്നത്. കോൾ ഓപ്ഷനിൽ അതുപോലെ ഡ്രോപ്പും ചെയ്യുന്നില്ല, ചെറിയ ഡ്രോപ്പേ കാണിക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് ഫോളോ ആവുന്നുണ്ട്, ഞാൻ കാണിക്കാം. കണ്ടില്ലേ? ബാങ്ക് നിഫ്റ്റി ഡേയ്സ് ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഹെവി ഫോളാണ് കാണിക്കുന്നത്. സോ നിഫ്റ്റിയും ഫോളോ ആവട്ടെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയിലൊരു നല്ലൊരു ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ആ റെഡ് ക്യാൻഡിൽ ലോയിൽ വെക്കും. അതായത് ഏകദേശം എൻട്രി പ്രൈസിൻ്റെ അടുത്തായിട്ട് വെക്കും. സോ ഈ ട്രേഡിൽ പിന്നെ നഷ്ടം വളരെ കുറവായിരിക്കും. ഓക്കെ, 40 seconds മോർ. ഒരു 900 ഒക്കെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഓണേസ്റ്റ് 1 എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് 114 എത്തുമ്പോൾ നമ്മുടെ 1:1 കിട്ടും. ഞാൻ അവിടെ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, 1:2 വെയിറ്റ് ചെയ്യാണ്. കാരണം മാർക്കറ്റിന്റെ ട്രെൻഡിന്റെ ഡയറക്ഷനിലാണ് ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. സോ മാർക്കറ്റിൽ കിട്ടുന്ന മൂവ്മെന്റ്സ് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല എൻ്റെ പൊസിഷൻ സൈസിങ് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് എന്താണ് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കാം.
ഓക്കെ, മാർക്കറ്റ് ഏകദേശം നമ്മൾ സ്റ്റോപ്പിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ഒന്ന് റീഫ്രഷ് ചെയ്യാം, എനിക്കറിയില്ല. ഓക്കെ, മാർക്കറ്റ് നമ്മൾ സ്റ്റോപ്പിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ചാർട്ടിൽ ഹിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ പ്രീമിയം സ്പൈക്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാവില്ല, ഇതുപോലെ ലോസ് വരുന്ന ദിവസങ്ങളും ഉണ്ടാവും. അതും ഈ ബിസിനസ്സിൻ്റെ പാർട്ടാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഒരു ട്രേഡ് കൂടെ എടുത്തിട്ടുണ്ട്. അത് ഒരു പുട്ട് ഓപ്ഷൻ ഷോർട്ട് ചെയ്തു. ഇവിടെ കാണാം ഈ സെയിം ട്രേഡ്, അതായത് 1:1.5 നിയർലി സ്റ്റോപ്പ് ലോസ് അല്ല ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഷോർട്ട് കവറിങ് മൂവ് ആണെന്ന് കൺഫേം ചെയ്തപ്പോൾ ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഈ ക്യാൻഡിൽ കുറച്ച് താഴോട്ട് കിട്ടിയപ്പോൾ ഹയർ പ്രൈസിൽ സെല്ല് ചെയ്യാണ് ചെയ്തത്. ഈ പോയിന്റിലൊക്കെ കിട്ടിയപ്പോൾ സെല്ല് ചെയ്തു, ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇന്നും കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളൂ. പ്രോഫിറ്റും ലോസും ഒക്കെ മാർക്കറ്റ് തരുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഇത് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ആണ്. കുറച്ച് ബയേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതൊക്കെ വീണ്ടും ഒരു ട്രേഡ് കൂടി എടുത്തിട്ടുണ്ട്, ഞാൻ മാർക്ക് ചെയ്യാം. ഷോർട്ട് പൊസിഷൻ എക്സാക്ട്ലി ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ അതേ ക്യാൻഡിൽ തന്നെ പ്രോഫിറ്റ് കിട്ടി. ഇവിടെ തന്നെ പ്രോഫിറ്റ് ബുക്ക് 1:1 ആണ് എടുത്തത്. 1:1 ഓർഡർ ബുക്ക് കാണിക്കാം. അങ്ങനെ പ്രോഫിറ്റ് ഇപ്പോൾ 2600 വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലോസ്ഡ് ഓർഡേഴ്സിൽ 180 സെല് ചെയ്ത് 166 ഓൾമോസ്റ്റ് ഒരു 14-15 പോയിന്റ്സ്. അത് തന്നെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നുള്ളൂ. 1:1 ആണ്. കാരണം ഡേയ്സിലെ ഫസ്റ്റ് ട്രേഡ് ഞാൻ 1:1 എബോ ബുക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ സമയത്ത് മൊമെൻറ്റം വളരെ കൂടുതലായിരിക്കും. മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നല്ല മൊമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചാർട്ടിൽ നോക്കിയാൽ കാണാം. ഞാൻ ഈ ക്യാൻഡിൽ കണ്ടില്ലേ, ഈ റെഡ് ക്യാൻഡിൽ, അതായത് 10:35 റെഡ് ക്യാൻഡിൽ ഇവിടെ കാണാം. 10:35 റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്ത് ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് TTDKയുടെ ഇതുകൊണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഞാൻ ക്യാൻഡിൽ ഹൈയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന അല്ലെങ്കിൽ ക്യാൻഡിൽ ലോയിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന ആളാണ്. സോ ഞാൻ ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് മിക്കവാറും എൻ്റെ ഡയറക്ഷൻ ശരിയാണെങ്കിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, 180 സെല്ല് ചെയ്തു, 1:1 ബുക്ക് ചെയ്തു. പക്ഷേ മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് തന്നിട്ടുണ്ട്. അതെൻ്റെ വിഷയമല്ല, ഞാൻ എൻ്റെ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് പ്രോഫിറ്റബിൾ ആയിട്ട് നിലനിൽക്കുന്നത്. സോ ഇന്ന് വേറെ ട്രേഡൊന്നും എടുക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ ട്രേഡ്. ഇന്നും ഓൾമോസ്റ്റ് 4000 പ്രോഫിറ്റ് ആണ്. കാരണം ഞാൻ മോർണിംഗിൽ ഒരു 1500 നെഗറ്റീവ് ആയിരുന്നു, ഇപ്പോൾ 2500 പ്രോഫിറ്റ്. സോ ഇന്ന് ഒരു 4000 രൂപ മാർക്കറ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, ഒരു 5000 രൂപ അടുപ്പിച്ച് ലോസ് അല്ലെങ്കിൽ 5000 രൂപ അടുപ്പിച്ച് പ്രോഫിറ്റ്, അതാണ് എൻ്റെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് റേഞ്ച് ഡെയിലി. അതുകൊണ്ടാണ് ഞാൻ പൊസിഷൻ സൈസ്, അതായത് കോൺഫിഡൻസ് കുറഞ്ഞ ട്രേഡിൽ പൊസിഷൻ സൈസ് കുറയ്ക്കുന്നത് വീണ്ടും ഒരു ട്രേഡും കൂടെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.